നമ്മളൊരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് വൈറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഷെയ്ഡ് ചെയ്യണം എന്നുള്ളത് ഒരുപാട് ബിഗിനേഴ്സിന്റെ ഡൗട്ട് ആയിരിക്കും. ഇന്നത്തെ ദിവസം വൈറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ എങ്ങനെ ഷെയ്ഡ് ചെയ്ത് റിയലിസ്റ്റിക് ആയിട്ട് കംപ്ലീറ്റ് ആക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാനൊരു എയർപോർട്ടാണ് വരയ്ക്കുന്നത്. സോ റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് ഔട്ട്ലൈൻസ് മാക്സിമം മിനിമലായിട്ട് ലൈറ്റായിട്ട് ചെയ്യുക. ഇനി ഷെയ്ഡിങ് സ്റ്റെപ്പിൽ ഞാൻ ആദ്യം ചെയ്ത കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഗ്രാഫൈറ്റ് പൗഡർ ഉപയോഗിച്ചിട്ട് അതൊരു ബ്രഷിൽ ഡിപ്പ് ചെയ്ത് പേപ്പറിൽ അപ്ലൈ ചെയ്യുന്നത്. അത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഒരു ബ്ലെൻഡിങ് സ്റ്റംപ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും സ്റ്റെപ്പ് നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു പേപ്പറിൽ ചെയ്യുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ടുള്ള വൈറ്റ് ഒബ്ജക്റ്റുകൾ നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും. അതിനുശേഷം ബ്ലാക്ക് പോലുള്ള പോർഷൻസ് ഞാൻ ഒരു ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഡീറ്റെയിലിംഗ് കൊടുക്കാനായിട്ട് ഡിഫറെൻറ്റ് ഷെയ്ഡിങ് പെൻസിൽസൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് വൈറ്റ് പോർഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ഇത് വൈറ്റ് പോർഷൻസ് കുറച്ചും കൂടി വൈറ്റ് ആയിട്ട് നമുക്ക് തോന്നിക്കുന്ന ഒരു മെയിൻ റീസൺ ബ്ലാക്ക് പോർഷൻസ് അത്രയും ബ്ലാക്ക് ആയിട്ട് നമ്മൾ ചാർക്കോൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ 10B പോലത്തെ പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ബ്ലാക്കിലുള്ള ഷാഡോസ് എല്ലാം കൊടുക്കുന്ന സമയത്ത് വൈറ്റ് ഒബ്ജക്റ്റിന് കുറച്ചും കൂടി ഒരു പ്രൊജക്ഷൻ കിട്ടും. അങ്ങനെയാണ് ചിത്രം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.